ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആസ്പിരൻസ് എല്ലാവരും ഉഷാറായി പഠിക്കില്ലേ? നമുക്കപ്പോൾ ഉറപ്പായിട്ടൊരു ഗവൺമെൻറ് സീറ്റ് നമുക്ക് ഉറപ്പിക്കണം. ഒരു ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 5 ഇയർ സ്റ്റുഡൻസ്, അതായത് +2 കഴിഞ്ഞിട്ട് 5 ഇയർ ട്രൈ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു, എങ്ങനെയാണ് എത്ര മാർക്ക് വേണം നമുക്ക് 5 ഇയറിൽ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടാ എറണാകുളം ലോ കോളേജ് കിട്ടണമെങ്കിൽ എനിക്ക് എത്ര മാർക്ക് വേണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ളൊരു കണ്ടന്റാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സാം ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാം ഒരു മോഡറേറ്റ് എക്സാം ആയിരിക്കും. അത്ര ടഫും അല്ല, അത്ര ഈസിയും അല്ല. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്, ഓരോ വർഷത്തെയും എക്സാം, അതിൻ്റെ ടഫ്നെസ്, അതുപോലെ ഫസ്റ്റ് റാങ്കറുടെ മാർക്ക്, ഇതൊക്കെ അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരിക. ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു സ്കോർ, ഫോർ എക്സാമ്പിൾ 250, കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സീറ്റ് കിട്ടിയ ഒരു മാർക്കാണെങ്കിൽ അത് ഈ കൊല്ലം അത് ആ മാർക്ക് വെച്ച് ഗവൺമെൻറ് സീറ്റ് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ആണ്, ഇറ്റ് ചേഞ്ചസ് ഫ്രം ഇയർ ടു ഇയർ. പക്ഷേ നമുക്ക് കുറച്ച് വർഷത്തെ, ഒരു 6 വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാർക്ക് പാറ്റേൺ ഉണ്ട്. ഓക്കെ, ജനറലായിട്ട് ഒരു മാർക്കിംഗ് പാറ്റേൺ ഉണ്ട്. പ്രത്യേകിച്ച് 5 ഇയർ എന്ന് പറയുമ്പോൾ പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത. ഓക്കെ, അപ്പോൾ +2 കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിൽ 5 ഇയർ എഴുതാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ പേര് എക്സാം എഴുതുന്നതും 5 ഇയർ LLB ആയിരിക്കും. ഓക്കെ, അപ്പം നല്ല ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു ടഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ മെൻ്റലി പ്രിപ്പയർഡ് ആവുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഓരോ വർഷത്തെയും കട്ട് ഓഫും ഒക്കെ മാറും, പക്ഷെ ജനറലായിട്ടൊരു പാറ്റേണിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 5 ഇയർ LLBയുടെ, ഓക്കെ 5 ഇയർ LLB 5 ഇയർ 2023 കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് മാർക്കിംഗ് പാറ്റേൺ വരുന്നത്, എങ്ങനെയാണ് റാങ്കിൻ്റെ ഒരു ഗ്രേഡിങ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത്, കഴിഞ്ഞ വർഷത്തെ 5 ഇയർ LLBയിലെ ഫസ്റ്റ് റാങ്ക് വരുന്നത് 436 മാർക്കാണ്. അതായത് 436 നേടിയ വ്യക്തിയാണ് ഫസ്റ്റ് റാങ്ക് നേടിയത്. 72ാമത് റാങ്കുള്ള വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് അസ്യൂം ചെയ്യാം? ഈ 436 മുതൽ 300 വരെയുള്ള ആ മാർക്ക് സ്ലാബ്, ഈ ഒരു മാർക്ക് സ്ലാബിൽ എത്ര പേരുണ്ട്? ഏകദേശം ഒരു 75 നിങ്ങൾ കൂട്ടിക്കോ, 75. അപ്പോൾ 75 പേരാണ് ഈ ഒരു മാർക്ക് സ്ലാബിലുള്ളത്. 300/436 എന്നുള്ള മാർക്ക് സ്ലാബിലുള്ളത് 736. നമുക്കറിയാം 5 ഇയർ LLBയിൽ 4 ഗവൺമെന്റ് കോളേജുകളിലായി 360 ഗവൺമെന്റ് മെറിറ്റ് സീറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പോ ആദ്യത്തെ 75 റാങ്കുകൾ വരുന്നത് എവിടെയാ? ഈ ഒരു 436/300 റാങ്ക് സ്കെയില്. ബാക്കിയുള്ള ഗവൺമെന്റ് സീറ്റിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് പെടുന്നത്? 200/300 ആ ഒരു ഗ്രേഡിലാണ്. ഞാൻ മുന്നേ 3 ഇയർ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ, ഏറ്റവും ഹയസ്റ്റ് ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണ് ഈ 200 മാർക്ക് തൊട്ട് 300 മാർക്ക് വരെയുള്ള ആ ഒരു സ്ലാബ്. ഇവിടെ സിംഗിൾ ഡിജിറ്റ് മാർക്കിൽ ഇവിടെ പോയിന്റ് സ്കോർ ഉണ്ട്. 276.1 മാർക്ക്, 286.3 മാർക്ക്. അപ്പോൾ ഇതൊരു ഹെവി ട്രാഫിക് ഏരിയ ആണ്. ചിലപ്പോൾ പോയിന്റ് മാർക്കുകൾ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ 1-2 മാർക്ക് വേരിയേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 റാങ്കിന്റെ വ്യത്യാസം ഉണ്ടാവും. കാരണം അത്രയും ഹൈ ട്രാഫിക് ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇനിയും നിങ്ങൾ ചോദിക്കുന്ന ഒരു ഉത്തരത്തിന് ഞാനിപ്പോൾ തന്നെ മറുപടി തരാം. ചേട്ടാ എത്ര മാർക്ക് കിട്ടിയാലാണ് ഗവൺമെന്റിൽ കയറാൻ പറ്റുക? ഓൾവേസ് സ്കോർ എബവ് 300. ഓക്കെ, 300 എബവ് സ്കോർ, അതായത് 300 മാർക്ക്, 600ൽ 300 മാർക്കിന് എബവ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഗവൺമെന്റ് സീറ്റ് ഏകദേശം ഉറപ്പിച്ചു. കറക്റ്റ് അസംഷൻ ഒന്നും ഞാൻ പറഞ്ഞില്ല, പറയാൻ പറ്റില്ല. അത് ഓരോ വർഷത്തെ എക്സാമിന്റെ ഒരു എന്താ പറയുക ടഫ്നെസ്സും ഫസ്റ്റ് റാങ്കിന്റെ മാർക്കൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ഞാൻ പറയാം 300 എബവ്, എനി സ്കോർ എബവ് 300 ഈസ് എ സേഫ് സ്കോർ. ഓക്കെ, കിട്ടുമെന്ന് ഉറപ്പില്ല, 300 എബവ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ പാറ്റേണിൽ നോക്കി തന്നെ പറഞ്ഞു. ഇനി എനി സ്കോർ എബവ് 350. ഓക്കെ, 350ക്ക് എബവ് ഉള്ള ഒരു സ്കോർ, 350ക്ക് മേളിലുള്ള ഒരു സ്കോർ എന്താണ്?
അത് ഗ്യാരണ്ടി ആയി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ചോയ്സ് ലോ കോളേജിൽ, നിങ്ങൾക്ക് ഏത് ലോ കോളേജിൽ, തൃശ്ശൂർ വേണോ, എറണാകുളം വേണോ, ട്രിവാൻഡ്രം വേണോ, കോഴിക്കോട് വേണോ, ഏത് ലോ കോളേജാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ലോ കോളേജിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. എവിടെ മേടിക്കണം, എവിടെ എത്തണം, 350 എബോ. ഓക്കെ, 300. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒരു 300 എബോ, ഈ 200/300 സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഹൈ ട്രാഫിക് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ്, മറ്റുള്ള ആൾക്കാരുടെ ഫാക്ടേഴ്സ്, മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പക്ഷെ ഒരു 300 എബവ് ആണെങ്കിൽ കുറെയൊക്കെ നമ്മുടെ കൺട്രോളാണ്. 350 എബവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പൂർണ്ണമായും നമ്മുടെ കൺട്രോളാണ്. നമ്മുടെ ഇഷ്ടമുള്ള ചോയ്സ് ഉള്ള ലോ കോളേജിൽ പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ല, ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിനുള്ള ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 120 കറക്റ്റ് ആൻസേഴ്സ്, നെഗറ്റീവ്സ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള 120 കറക്റ്റ് ആൻസർ. 120 കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എത്ര സ്കോർ എത്തി? ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്കാണ്. 360 എന്നൊരു സ്കോർ എത്തി ഇല്ലേ? 360 സ്കോർ എന്ന് പറഞ്ഞാൽ അതൊരു കിടില സ്കോറാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ 50ലോ 60ലോ നമ്മൾ പെടും നമ്മൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലോ കോളേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എയിം ഫോർ 120 കറക്റ്റ് ആൻസർ. ഈ 120യുടെ മുകളിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, എത്ര എനിക്ക് സന്തോഷം തന്നെയുള്ളൂ. ഓക്കെ, 120 എയിം ഫോർ മിനിമം 120 കറക്റ്റ് ആൻസർ, അതാണ് നിങ്ങളുടെ എയിം. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ആസ്പിരൻസിനോട് പറയാനുള്ളത്, ഡോണ്ട് സെറ്റിൽ ഫോർ മിനിമം. എപ്പോഴും ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റോടെ പഠിക്കുക. ആദ്യത്തെ 10 നിങ്ങളുടെ എയിം. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് 10 റാങ്കിനുള്ളിൽ ഞാൻ പഠിച്ചു കയറും. അങ്ങനത്തെ ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റോടെ പഠിക്കുക നിങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പ് എയിം ചെയ്താൽ എന്താ, ആ ടോപ്പ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അടിയിലുള്ളതെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, സോ ഓൾവേസ് ഹാവ് എ ചാമ്പ്യൻ മൈൻഡ് സെറ്റ്. അപ്പൊ 120 കറക്റ്റ് ആൻസർ. ഏറ്റവും മിനിമൽ നെഗറ്റീവ് എപ്പോഴും ഒരു 10 കുറവിൽ നെഗറ്റീവ് ആക്കാം. ഒരു 10 കുറവിൽ നെഗറ്റീവ് പിടിച്ചിട്ട് ഒരു 120 കറക്റ്റ് ആൻസർ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ 360 ആ ഒരു 350 അബോവ് സ്കോറിലേക്ക് എത്തിയില്ലേ, വളരെ എന്ത് ചെയ്യാം, നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള കോളേജിൽ തന്നെ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ്. അപ്പൊ ആസ്പിരൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അടിപൊളിയെ പഠിക്കുക, അടിപൊളിയെ പ്രിപ്പയർ ചെയ്യുക, ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റോടെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയുള്ളൂ. ഓക്കെ, ക്വാളിഫൈ ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയുള്ളൂ. ഇനി ക്വാളിഫൈ ചെയ്യാൻ എത്ര മാർക്ക് വേണം? 600ന് 10%, അതായത് 60 മാർക്ക് മതി ക്വാളിഫൈ ചെയ്യാൻ. ഇത് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ SEBC കാറ്റഗറിക്കും. ഈ ജനറൽ SEBC കാറ്റഗറിയിൽ 600ൽ 60 മാർക്ക് മതി റാങ്ക് ലിസ്റ്റ് കയറാൻ. മിനിമം മാർക്ക് 60 മാർക്ക് മതി. ഈ 60ന് താഴെ ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതി കാണിക്കും? നോട്ട് ക്വാളിഫൈഡ് എന്ന് എഴുതി കാണിക്കും. ഇനി SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 30 മാർക്ക് മതി. 30 മാർക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ട്, അവര് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കും. ഇത് മിനിമം മാർക്കാണ്. ഓക്കെ, ഇത് റാങ്ക് ലിസ്റ്റ് കയറാനുള്ളത്, ഇതൊന്നും നിങ്ങളുടെ സോണിലേ ഇല്ല. യു എയിം ഫോർ ദാറ്റ് 360. ഓക്കെ, 120 കറക്റ്റ് ആൻസർ. ഏറ്റവും നെഗറ്റീവ്സ് കുറച്ചിട്ടുള്ള 120 കറക്റ്റ് ആൻസർ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ വെച്ചിട്ട്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന് പുറത്ത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പരിശോധിച്ച് നിങ്ങളുടെ പറയുന്ന ഡാറ്റയാണ്, കുറെ അസംഷൻസ് ആണ്. ബട്ട് I can always say that any score above 300 is a very, very good score. Any score above 350 is a guarantee നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ കിട്ടാൻ പറ്റുന്ന ഒരു സ്കോറാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. താങ്ക് യു.